നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളായിട്ട് ഒഴിവുണ്ട്. മെയിനായിട്ട് ഇതിൽ IT കഴിഞ്ഞവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 179 ദിവസത്തേക്കായിരിക്കും കോൺട്രാക്ട് അടിസ്ഥാന നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല ശമ്പളത്തോട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർ ഷെയർ ചെയ്ത് ചെയ്യുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് ഈ വേക്കൻസികളെ കൊല്ലം ഏരൂർ എസ്റ്റേറ്റിലുള്ള പാം ഓയിൽ മില്ലിലേക്കാണ് ഈ വേക്കൻസികൾ എന്ന കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് പറയാം. ഒന്നാമത്തെ പോസ്റ്റ് ബോയിലർ അറ്റൻഡന്റ് ആണ്. ഇതിനുവേണ്ടി യോഗ്യത ITയിൽ ഫിറ്റർ ട്രേഡിലുള്ള IT പാസ്സായവരായിരിക്കണം. അതുപോലെ ഒരു ബോയിലർ അറ്റൻഡന്റ് ആയിട്ടുള്ള കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രതിമാസം 23,700 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് മെക്കാനിക്കൽ അസിസ്റ്റന്റിന്റെയാണ്. അതിനുവേണ്ടി യോഗ്യത മെക്കാനിക്കൽ ട്രേഡ് അല്ലെങ്കിൽ ഫിറ്ററിലോ മെഷീനിസ്റ്റിലോ ഉള്ള IT ട്രേഡ് അല്ലെങ്കിൽ VHSC സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ട്രേഡിലുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. 2 വർഷം മെക്കാനിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. 24,400 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. മൂന്നാമത്തെ പോസ്റ്റ് ഇലക്ട്രീഷ്യന്റെ ആണ്. അതിനുവേണ്ടി യോഗ്യത ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും ഉള്ളവർക്കാണ് അപേക്ഷിക്കുന്നത്. അതുപോലെ വാലിഡ് ആയിട്ടുള്ള വയർമാൻ ലൈസൻസും സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. പ്രതിമാസം 25,100 രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. നാലാമത്തെ പോസ്റ്റ് ഫിറ്റർ ആണ്. ഫിറ്റർ ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 25,100 രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. അഞ്ചാമത്തെ പോസ്റ്റ് ഫിറ്റർ മെഷീനിസ്റ്റ് ആണ്. അതിനുവേണ്ടി യോഗ്യ ഫിറ്റർ ട്രേഡിലോ മെഷീനിസ്റ്റ് ട്രേഡിലോ ഉള്ള IT സർട്ടിഫിക്കറ്റ് ഫിറ്റർ ട്രേഡിലോ അല്ലെങ്കിൽ VHSCയുടെ തത്തുല്യമായ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസം 25,100 രൂപയായിരിക്കും അതിന് ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത പോസ്റ്റ് വെൽഡറുടെ ആണ്. അത് IT വെൽഡിംഗ് ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് തത്തുല്യമായ യോഗ്യത VHSCയിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസം 25,100 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത വെയ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ ആണ്. 10ാം ക്ലാസ്സും ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. 6 മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടർ ഡിപ്ലോമ മതി. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ല ഉദ്ദേശിക്കുന്നവരെ മനസ്സിലാക്കുക. 2 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 25,100 രൂപയായിരിക്കും ശമ്പളമായിട്ട് പ്രതിമാസം ലഭിക്കുക. അടുത്ത പോസ്റ്റ് JCB ഓപ്പറേറ്റർ ആണ്. 7ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് മിനിമം 3 വർഷത്തെയും 2 വർഷത്തിലുള്ള ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ എക്സ്കവേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസം 35,600 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. ലാസ്റ്റ് പോസ്റ്റ് പ്ലാന്റ് ഓപ്പറേറ്ററെ ആണ്. അതിനുവേണ്ടി യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. 35,600 രൂപയായിരിക്കും പ്രതിമാസം ഇതിന് ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. കോൺട്രാക്ട് ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു 179 ദിവസത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക. ടെമ്പററി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും, താൽക്കാലിക നിയമനമായിരിക്കും എന്ന കാര്യം അത് തന്നെ മനസ്സിലാക്കുക. അതിന്റെ വെന്യൂ എന്ന് പറഞ്ഞത് കൊല്ലത്തുള്ള ഏരൂർ പാം ഓയിൽ മില്ലായിരിക്കും. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജനുവരി 1, 2025 അടിസ്ഥാനമാക്കിയും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ SC കാരുള്ളവർക്കും OBC-കാർക്കും റിലാക്സേഷൻ ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസും ചോദിച്ചിരിക്കുന്നവർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഡിഗ്രി നേടിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന കാര്യം, ഈ സർട്ടിഫിക്കറ്റ് നേടിയതിനു ശേഷമുള്ള ക്വാളിഫിക്കേഷൻ ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ JCB ഓപ്പറേറ്റർക്ക് മെഡിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം, നല്ല കാഴ്ചശക്തിയും നല്ല ഒക്കെ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റ് www.oilpalmindia.com എന്ന സൈറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അത് ഫിൽ ചെയ്ത് നമ്മൾ പോസ്റ്റിലാണ് അയക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നിട്ട് ഏത് പോസ്റ്റ് ആണോ എന്നുള്ളത് അതുകൂടെ നമ്മളെ കവറിന്റെ പുറത്ത് എഴുതിയിരിക്കണം. അതുപോലെ 2025 ഡിസംബർ 5-ന് മുമ്പ് ആപ്ലിക്കേഷൻ ഫോം കമ്പനിയുടെ ഓഫീസിൽ എത്തിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അയക്കേണ്ട വിലാസം കൂടെ ഞാൻ പറയാം. മാനേജിംഗ് ഡയറക്ടർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, കോട്ടയം സൗത്ത് PO, കോടിമത, കോട്ടയം, കേരള 686013 അഡ്രസ് വേണം അയക്കാൻ. ഇവിടെ ഫോൺ നമ്പർ ഉണ്ട് 048125668882 എന്ന നമ്പറിൽ നമുക്ക് സംശയമൊക്കെ ആയിട്ട് വിളിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. കേരളത്തിൽ ലഭിക്കുന്ന ഒരു ജോലി അവസരം എന്ന നിലയിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടത് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.